നമസ്കാരം. പിണറായി വിജയൻ എന്ന ജനവിരുദ്ധ നേതാവിനെതിരെ കേരള സമൂഹം ഒരുമിച്ച് നിൽക്കുകയാണ്. ജാതി മത ഭേദമന്യേ പിണറായിയുടെ ദുഷ്ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 8 നിരയിൽ പൊട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. CPM-ന്റെ മൂന്നാം ഭരണം CPM പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നില്ല. അവർ ചോര കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ പിണറായി മാത്രം ഇറങ്ങിയാൽ പോരാ, ഈ തുടർഭരണം തന്നെ അവസാനിക്കണമെന്നും മൂന്നാമതൊരിക്കൽ കൂടി ഭരണം വന്നാൽ CPM അടിവേര് പിഴുത് ഇല്ലാതാകുമെന്നും നല്ല പാർട്ടിക്കാർക്കറിയാം. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വോട്ട് ബാങ്കായി മാറിയ മുസ്ലിം ജനതയുടെ പൂർണ്ണ വിശ്വാസം CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുസ്ലിം പ്രീണനത്തിലൂടെ 2 തവണ അധികാരമുറപ്പിച്ച പിണറായി ഇപ്പോൾ പൊടുന്നനെ മുസ്ലിം രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന ദൃശ്യങ്ങളാണ് എങ്ങുമുള്ളത്. RSSന്റെ ഏജന്റാണ് പിണറായി വിജയൻ എന്ന് മുസ്ലിം സമൂഹത്തിൽ ആഴത്തിൽ വിശ്വാസമുണ്ടായതുകൊണ്ട് തന്നെ ഒരൊറ്റ വോട്ട് പോലും പിണറായിക്ക് ഇനി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്ന് ഉറപ്പായി. പകരം സ്വാഭാവികമായും UDF ആണ് അധികാരത്തിൽ വരേണ്ടത്. BJP സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രഭരണത്തിന്റെ നിഴലിൽ കിട്ടുന്ന അപ്പക്കഷ്ണങ്ങളോട് മാത്രമേ പ്രിയമുള്ളൂ. അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് 1-2 പേർ ജയിച്ച് അവരങ്ങനെ ആളാവേണ്ട എന്ന നിലപാട് സംസ്ഥാന നേതൃത്വം എടുത്തതുകൊണ്ട് BJP പ്രവർത്തകർ ആഗ്രഹിച്ചാലും BJPയുടെ വിജയം അസാധ്യമാകും. അല്ലെങ്കിൽ ജനനേതാക്കളെ ആരെയെങ്കിലും BJPയുടെ ചുമതല ഏൽപ്പിക്കണം. അതുകൊണ്ട് തന്നെ UDF-നായിരിക്കും അടുത്ത ഭരണമെന്ന് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. പക്ഷേ നേതാക്കൾ പരസ്പരം കടിപിടി കൂടി പിണറായിയെയോ അദ്ദേഹത്തിന്റെ മരുമകനെയോ വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള ചരടുവലി ആരംഭിച്ചിരിക്കുന്നു. അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. 5-6 ഭൈമീ കാമുകന്മാർ ഇപ്പോൾ തന്നെ ചക്കളാത്തി പോരാട്ടവുമായി രംഗത്തുണ്ട്. ഏറ്റവും യോഗ്യരായിരിക്കുന്ന 2 പേരെയും ആദ്യം തന്നെ ബാക്കി എല്ലാവരും കൂടി ചവിട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരനും വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരുമാണ് നിലവിലുള്ളവരിൽ ഏറ്റവും യോഗ്യരായ നേതാക്കൾ. എന്നാൽ സുധാകരന് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് ചർച്ചകൾ വഴിതിരിച്ചുവിട്ട് സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്ന തരത്തിൽ ചിലർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും ജനപിന്തുണയില്ല എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മാത്രമാണ് മുഖ്യമന്ത്രി കസേരയിലെ മത്സരാർത്ഥികൾ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചു കഴിഞ്ഞു. 2 പേരും തമ്മിലുള്ള നീരസവും പോരാട്ടവും ഒന്നിനൊന്ന് കൊഴുക്കുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സ്വാഭാവിക പിൻഗാമിയാണ് എന്ന് സതീശന് അനുയായികൾ പറഞ്ഞു പരത്തുന്നു. യുവ നേതാക്കളുടെ പിന്തുണയും സതീശനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പേരെടുക്കാൻ ഇതുവരെ സതീശന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓരോ ഉപതെരഞ്ഞെടുപ്പിനെയും തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് ഇലക്ടറൽ മാനേജർ എന്ന നിലയിൽ വലിയ കയ്യടിയും സ്വീകാര്യതയുമാണ് സതീശൻ നേടുന്നത്. യുവ നേതാക്കളെ മുൻപിൽ നിർത്തി തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് സതീശൻ ചെയ്യുന്നത്. സമുദായ നേതാക്കളോട് മാന്യമായ ബന്ധവും അദ്ദേഹം സൂക്ഷിക്കുന്നു. എന്നാൽ സമുദായ നേതാക്കളെ പിടിച്ച് അവരുടെ പിന്തുണ ഉറപ്പിച്ച് സതീശനെ വെട്ടാൻ രമേശ് ചെന്നിത്തലയും നീക്കങ്ങൾ ആരംഭിച്ചു. ദീർഘകാലമായി ഉണ്ടായിരുന്ന അകലമില്ലാതാക്കി NSS നേതാവ് സുകുമാരൻ നായരെ കൊണ്ട് പിന്തുണ ഉറപ്പിച്ചാണ് രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങിയത്. മന്നം ജയന്തി ആഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായർ ക്ഷണിച്ചത് ചരിത്ര സംഭവമായി വിലയിരുത്തപ്പെടുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് NSSന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്, സതീശനല്ല എന്ന പ്രഖ്യാപനമാണ് സുകുമാരൻ നായർ നടത്തിയത്. തൊട്ടു പിന്നാലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ വീട്ടുവളപ്പിൽ പോയി ക്യൂ നിന്ന് കാലിൽ തൊടാത്തതിന്റെ കലിപ്പാണെങ്കിലും സതീശനല്ല പിന്തുണ, രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് വെള്ളാപ്പള്ളി പരസ്യമായി പറഞ്ഞത് പ്രധാനപ്പെട്ട 2 ഹിന്ദു സംഘടനകളുടെയും പിന്തുണ ഉറപ്പിച്ച നീക്കമായി മാറി. ഇപ്പോഴിതാ സതീശനുമായി നല്ല അടുപ്പമുള്ള, ലീഗുമായി വളരെ അടുപ്പമുള്ള സമസ്തയുടെ പിന്തുണയും ഉറപ്പാക്കിയ നീക്കം രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നു. സമസ്തയുടെയും ലീഗിന്റെയും നേരിട്ട് സ്വാധീനമുള്ള പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത്. ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ ജാമിയ നൂരിയ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് പരസ്യമായ ഒരു സൂചനയാണ്. VD സതീശനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സമസ്ത പൊടുന്നനെ ചെന്നിത്തലയെ ക്ഷണിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. മുനമ്പം വിഷയത്തിൽ അടക്കം സമസ്തയുടെ നിലപാടല്ല VD സതീശന്റെ നിലപാട്. ചെന്നിത്തലയാവട്ടെ ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മമായ നിലപാട് പ്രഖ്യാപിക്കുന്നതിനാൽ ഇരുഭാഗത്തെയും പിണക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ സതീശന് മുന്നറിയിപ്പായി സമസ്ത ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച. ചെന്നിത്തലയാണോ സതീശനാണോ കേമൻ, ഇവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചയിൽ
പ്രതിപക്ഷം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി അണികളിലും വിഭജനമുണ്ടാകുന്നു. രണ്ടുപേരെയും മുഖ്യമന്ത്രിയാക്കാൻ കച്ചകെട്ടിറങ്ങിയ സൈബർ ഇടങ്ങൾ ഇവർക്ക് അനുകൂലമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ഇത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിനും പിണറായിക്കും പുഞ്ചിരിക്ക് കാരണമാകും. തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ എതിരാളിയെ പിന്തുണയ്ക്കുന്നവരെ തോൽപ്പിക്കാനുള്ള നീക്കം നടക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് സംഭവിച്ചത്. വി ഡി സതീശന്റെ സ്ഥാനാർത്ഥികളെ ചെന്നിത്തലയുടെ അനുയായികളും ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥികളെ വി ഡി സതീശന്റെ അനുയായികളും തോൽപ്പിക്കാൻ രഹസ്യമായി രംഗത്തിറങ്ങുമ്പോൾ ജനം ആഗ്രഹിച്ചാലും യു ഡി എഫിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. കോൺഗ്രസിന്റെ അവസ്ഥ മൂപ്പിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് പിണറായിയും മരുമകനും ചെയ്യുന്നത്. ജനവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും അല്പസ്വല്പം PR സ്റ്റണ്ടൊക്കെ നടത്തിയാൽ കോൺഗ്രസുകാർ തമ്മിൽ തല്ലുമ്പോൾ അതുവഴി അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്നാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ. ഇങ്ങനെ പോയാൽ പിണറായി തന്നെയാവും ജേതാവേ എന്നത് ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് നല്ലത്.